ഒരു വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു തൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഫിലിപ്പോസേ, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. കർത്താവ് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. ഈ വന്നവരാണെങ്കിൽ രോഗസൗഖ്യം കിട്ടാനും അത് കാണാനൊക്കെ വരുന്ന ആൾക്കാരാണ്. അവർക്ക് അപ്പം കൂടെ കിട്ടിയപ്പോൾ സന്തോഷമായി. പിറ്റേ ദിവസം അവർ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ്, കാര്യമൊക്കെ കൊള്ളാം, നിങ്ങളെന്നെ അന്വേഷിച്ചത് അപ്പം തിന്ന് തൃപ്തരായ കൊണ്ടാണ്. നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന അപ്പത്തിനായിട്ട് അന്വേഷിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നിത്യജീവനായിട്ട് അന്വേഷിപ്പിൻ. ദൈവങ്ങളുടെ അടുക്കൽ വലിയ ആൾക്കൂട്ടമുണ്ട്. കൊച്ചിൻ്റെ കല്യാണം നടക്കണം, ജോലി കിട്ടണം, വീട് മേടിക്കണം, സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകണം. ഇതിനെല്ലാം അവർ പ്രതിവിധി കൊടുക്കുക. വചനം പറയുന്നു, സാത്താൻ വരുന്നത് അറുക്കാനും മുടിക്കാനും കൊല്ലാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനാണ്. നിങ്ങൾ ഈ ആകാത്ത വഴിക്കെല്ലാം പോയാൽ നന്മ കിട്ടുമെന്ന് തോന്നുമെങ്കിലും അത് നന്മയ്ക്കായിട്ട് മാറുകയില്ല. ദൈവത്തെ കൂടാതെ എവിടെയാണ് നന്മ കിട്ടുക? ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നിത്യജീവൻ തരാനായിട്ട് അയച്ചിരിക്കെ, അവൻ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചിരിക്കെ, കർത്താവ് ഞങ്ങൾക്ക് എല്ലാം വേണം, അവനെ വേണ്ടാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പാപമുണ്ടോ? അത് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ഞാൻ തരാം, സൗഖ്യം തരാം, അപ്പം തരാം. പക്ഷേ എത്ര നാളാ? മരിച്ചു കഴിഞ്ഞുള്ള ജീവിതം, നിത്യജീവൻ, അത് വേണ്ടേ? ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം? നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം. ഒരു അപ്പനെ മകൻ സ്നേഹിക്കുന്ന പോലെ അവനെ സ്നേഹിക്കാം. ശരിക്കും ഫാമിലിയൊക്കെ തന്നത് തന്നെ അതിനാ. അപ്പന് മകനോടുള്ള സ്നേഹം അറിയാനാണ് ഫാമിലി തന്നത്. മകൻ അപ്പനോടുള്ള വികാരം അറിയാനാണ് കുടുംബം തന്നത്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്നത്, ഇതിലൂടെയൊക്കെ പഠിക്കേണ്ടത് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. അതെങ്ങനെയായിരിക്കണമെന്നറിയാനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.